ഇൻഡിക്കേറ്റർ മസ്റ്റ് മറക്കരുത്. എവിടെ എപ്പോഴും എടുക്കുമ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കാവും. വണ്ടി ഉണ്ടോ ഇല്ലേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് എടുക്കാവും. ഹാഫ് ക്ലച്ച് നോക്കിയെടുക്കും, അറിഞ്ഞെടുക്കണം. ഓരോ ക്ലച്ച് മില്ലിമീറ്റർ വിടുന്നോറും എടുക്കണം, നോക്കിയെടുക്കണം. ക്ലച്ച് ലൂസ് ചെയ്ത് വന്ന് വിറയിൽ കൊണ്ടുവരുന്നുണ്ടോ ആയി. ഇനി ബ്രേക്കിൽ നിന്ന് മാത്രം കാലെടുക്ക്, ബ്രേക്കിൽ നിന്ന് കാലെടുക്കടാ, എടുക്ക്. പവർ കൊടുത്തേ, ആവശ്യമായിട്ടുള്ള പവർ കൊടുക്കുക. വണ്ടി കൂളായിട്ട് പോകും. സ്റ്റാർട്ട് ചെയ്തേ. ക്ലച്ച് സാവധാനം ലൂസ് ചെയ്ത് ഒരു പോയിന്റിൽ കൊണ്ടുപോകാം, വിറയിൽ കൊണ്ടുപോകാം. കയ്യിൽ ഫീലായോ? ആ, സ്പീഡ് മാത്രം. ക്ലച്ച് എടുക്കും ഇല്ല, സ്പീഡ് മാത്രം. ആ, ഇനി പതുക്കെ നിർത്തിക്കേ. ഇവിടെ നിർത്തിക്കോ. എടുത്തേ, വീണ്ടും അത് കൂളായിട്ട് എടുക്ക്. വിറയിൽ കൊണ്ടുവരുന്നുണ്ട്, വന്നു. ബ്രേക്കിന് മാത്രം എടുക്ക്, പവർ കൊടുക്കുക, ആവശ്യമായിട്ടുള്ള പവർ കൊടുക്ക്. ആ, ഇപ്പോൾ ക്ലച്ചിൽ നിന്ന് കാല് വീണ്ടും ഇങ്ങനെ എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, വണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് ആഞ്ഞത്. നിർത്തിക്കോ. വീണ്ടും പതുക്കെ ഓരോ ക്ലച്ച് വിടുന്നത്, ഓരോ സെക്കൻഡ് വിടുന്നത് നമ്മൾ അറിഞ്ഞെടുക്കണം. 1 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ അങ്ങനെ അറിഞ്ഞെടുക്കണം. ആ ഗ്യാപ്പ് നമുക്ക് മനസ്സിൽ കിട്ടണം. വിറയലിൻ്റെ ഗ്യാപ്പ് കൊണ്ടുവന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആവശ്യമായിട്ടുള്ള സ്പീഡ് കൊടുക്കണം. വണ്ടി പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കണം. വീണ്ടും പതുക്കെ നിർത്തിക്കേ. ക്ലച്ച് ഫുള്ള് ബ്രേക്ക്. ഫസ്റ്റ് ഗിയറിൽ പതുക്കെ ഉരുണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പതുക്കെ ഉരുണ്ട് വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആദ്യം ബ്രേക്ക് കൊടുക്കാതെ ക്ലച്ച് കൊടുത്ത് ബ്രേക്ക് കൊടുക്കുന്നത്. അല്ല വണ്ടി നല്ല സ്പീഡിൽ കൂടിയ ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ബ്രേക്ക് കൊടുത്തിട്ട് പിന്നീട് ക്ലച്ച്. ആദ്യം ക്ലച്ച് കൊടുത്തിയാണ്. ആദ്യം പതുക്കെയല്ലേ വരുന്നത്. അതായത് ഒരു 8 കിലോമീറ്റർ പോലും സ്പീഡില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യം ക്ലച്ച് പിന്നെ ബ്രേക്ക്. ഇല്ലെങ്കിൽ ബ്രേക്ക് കൊടുക്കുന്ന സമയം കൊണ്ട് വണ്ടി എന്ത് ചെയ്യും, ഓഫായി പോകും. ഓഫായി. അറിഞ്ഞെടുക്കടാ. ഒരിക്കൽ എടുത്ത് എങ്ങനെ പോയി എന്നുള്ളത് മറന്നു കളയാതെ അതുപോലെ വീണ്ടും എടുക്കും. ഓഫാക്കാതെ എടുക്ക്, കൂളായിട്ട് എടുക്ക്. ആ, ക്ലച്ചാ നീ കൂളായിട്ടിരുന്നേ. എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് വിചാരിക്കാതെ ക്ലച്ച് ആദ്യം ലൂസ് ചെയ്യും, വിറയിൽ കൊണ്ടുപോവാം. അറിഞ്ഞെടു. വിറയിലായോ? സ്റ്റെപ്പായിട്ട് ചെയ്യും. എടുക്കാൻ പാടുണ്ടോ ഇനി ക്ലച്ച്? ഇല്ല, സ്റ്റെപ്പായിട്ട് ചെയ്യണം. നമ്മൾ പഠിച്ച് നമുക്ക് കാലിൽ ക്ലച്ച് കിട്ടുന്നവരെ എന്ത് ചെയ്യണം, ഓരോന്നും പറഞ്ഞ് ചെയ്യണം. പറഞ്ഞ മാത്രം പോരാ, ഓർമ്മയിൽ ഇരിക്കണം എപ്പോഴും. ഒരിക്കൽ എങ്ങനെ എടുത്തു അത് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞിരിക്കാതെ നമുക്ക് അത് തന്നെ വീണ്ടും കിട്ടണം. അപ്പോൾ ആലോചിച്ചെടുക്കുക. നിർത്തടാ. കൂളായിട്ട് എടുത്താൽ ഇനി സ്റ്റെപ്പായി പറ മനസ്സിൽ പറ. പകുതി കൊണ്ടുവരണം. ആ, ആയോ? ഓഫായിപ്പോയി. അതെന്തുകൊണ്ടാണ് ഓഫായത്? ആ ഹാഫിന് മേളിലായിപ്പോയി. ക്ലച്ച് അമർത്തിയിട്ടു. കൂളായിട്ടെടുക്കും. പകുതി കൊണ്ടുവരുന്നുണ്ട്. വിറയിലായല്ലോ. ഇനി എടുക്കാൻ പാടുണ്ടോ? ഇല്ല. വണ്ടി പോയി. പുല്ലിലൊന്നും കയറ്റാൻ പാടില്ല. കാര്യം എന്തായിരിക്കും, അവിടെ കല്ലോ കുഴിയോ വല്ലതും ഉണ്ടായിരിക്കും, അറിയാൻ പറ്റില്ല. നിർത്തിക്കേ. സ്റ്റെപ്പായിട്ട് പറഞ്ഞെടുക്കുക. വിറയിലായോ? ആയി. ഇനി ബ്രേക്ക് മാത്രം എടുത്താൽ മതി. വണ്ടി പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിയറിങ്ങിനകത്ത് വണ്ടി ഇടക്കില്ല, മാറ്റി കൊടുക്കും. ഗ്ലാസ് കൂടെ നോക്കിയിട്ട് വല സൈഡ് നോക്കിയിട്ട് നേരെ കൊണ്ടുപോകാം. ഒതുങ്ങി വരട്ടെ. കൂൾ. അത്രേ ഉള്ളൂ. ഇത് നല്ല റോഡല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള സ്പീഡ് കൊടുത്തിട്ട് സെക്കൻഡ്. ഇനി പതുക്കെ കാലെടുത്തിട്ട് പതുക്കെ പോകും. ഇനി അടുത്ത് മുന്നിൽ തടസ്സമൊന്നുമില്ലല്ലോ. അപ്പോൾ തേർഡ്. ഇപ്പോഴും നമ്മളെ കയ്യിലൊരു ഇടത്തോട്ടൊരു തള്ളു വന്നുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോയത്, തേർഡ് വീഴാൻ പോയപ്പോഴും എന്ത് വന്നത്, ഫസ്റ്റിലോട്ട് പോകാൻ വേണ്ടി ലോക്കായത്. തടസ്സമുണ്ടോ? ഇനി നല്ല റോഡല്ലേ. ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സ്പീഡ് ഉണ്ടല്ലോ. ഇപ്പോൾ ഫോർത്ത് മാറും. കൂൾ. ഇനി പതുക്കെ കാലെടുത്തു. ഇനി ബുദ്ധിമുട്ട് പറഞ്ഞതനുസരിച്ച് ഓരോ ഗിയർ കുറച്ച് കൊണ്ടുവരാം. ബസ് വരുന്നതെന്ന് കണ്ട് പേടിക്കണ്ട. നമ്മളെ സ്റ്റിയറിങ്ങിനകത്ത് സ്പേസ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.